പ്രാർത്ഥനകൾക്ക് ഉത്തരമില്ലാതെ അസ്വസ്ഥമായ മനസ്സിന്റെ ഏകാന്തതയിൽ ദൈവം കൈവിട്ടുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിയമാവർത്തനം 16 മുതൽ 34 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്നത് പോലെ നാം ഭയപ്പെടുമ്പോഴും വഴിതെറ്റിപ്പോകുമ്പോഴും പിതാവിന്റെ കരുതലോടെ അവിടുന്ന് കൂടെയുണ്ട് എന്നത് ഒരു വലിയ സത്യമാണ്. ഈ വചനഭാഗം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ സ്പർശിക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിയമാവർത്തന പുസ്തകം 16 മുതൽ 18 വരെയുള്ള അധ്യായ ഭാഗങ്ങളുടെ വിചിന്തനം ദൈവജനത്തിന്റെ ആരാധനക്രമത്തെയും ഭരണ സംവിധാനത്തെയും കുറിച്ചുള്ള വളരെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളാണ് ഈ അധ്യായങ്ങളിൽ നാം കാണുക. വലിയ തിരുനാളുകളിലൂടെ ദൈവത്തിന്റെ രക്ഷാകരമായ ഇടപെടലുകളെ സ്മരിക്കാൻ ഇസ്രായേൽ ജനം വിളിക്കപ്പെട്ടിരിക്കുന്നു. നീതിപൂർവമായ വിധി നിർണയവും അന്ധവിശ്വാസങ്ങളിൽ നിന്നുള്ള മോചനവും വിശുദ്ധമായ ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. വരാനിരിക്കുന്ന വലിയ പ്രവാചകനെ കുറിച്ചുള്ള വാഗ്ദാനം ക്രിസ്തുവിലേക്കുള്ള ചൂണ്ട് പലകയായി സഭാപിതാക്കന്മാർ ദർശിക്കുന്നു. ലേവ്യർക്ക് ലഭിച്ച ഓഹരി ദൈവമായതുകൊണ്ട് ലോകത്തിന്റെ സമ്പത്തിലല്ല, ദൈവത്തിലാണ് നമ്മുടെ സുരക്ഷിതത്വം എന്ന് വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തോടുള്ള ആരാധന ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള കൃതജ്ഞതാ ബലിയായി മാറണമെന്ന് ഈ ഭാഗം അടിവരയിടുന്നു. നിയമാവർത്തനം 19 മുതൽ 21 വരെയുള്ള അധ്യായ ഭാഗങ്ങൾ അഭയ നഗരങ്ങളെക്കുറിച്ചും യുദ്ധനീതികളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഈ അധ്യായ ഭാഗങ്ങൾ ദൈവത്തിന്റെ നീതിയും കരുണയും ഒരേപോലെ വെളിപ്പെടുത്തുന്നു. അവിഹിതമായി ചിതറിക്കപ്പെടുന്ന രക്തത്തിന് ദൈവം കണക്ക് ചോദിക്കും എന്ന മുന്നറിയിപ്പ് നീതിക്കായുള്ള മാനുഷിക ദാഹത്തെ ശമിപ്പിക്കുന്നു. വധിക്കപ്പെട്ടവനോട് കാട്ടേണ്ട ആദരവും കുടുംബ ബന്ധങ്ങളിലെ അച്ചടക്കവും വിശുദ്ധമായ ജീവിതശൈലിയുടെ ഭാഗമാണ്. കുറ്റവാളിയായ ഒരാളെ മരത്തിൽ തൂക്കുന്നതിനെക്കുറിച്ചുള്ള പരാമർശം പിൽക്കാലത്ത് ക്രിസ്തുവിന്റെ കുരിശുമരണവുമായി ബന്ധപ്പെടുത്തി ആദ്യകാല സഭ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പാപത്തിന്റെ കഠിനമായ ശിക്ഷ ക്രിസ്തു തന്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങുന്നതിലൂടെ നമുക്ക് ലഭിച്ച വിടുതൽ ഈ വചനം സൂചിപ്പിക്കുന്നു. ഓരോ നിയമവും മനുഷ്യനെ ദൈവസ്നേഹത്തിന്റെ വഴിയിൽ ഉറപ്പിച്ചു നിർത്താനാണ് ശ്രമിക്കുന്നത്. നിയമാവർത്തനം 22 മുതൽ 24 വരെ സാമൂഹിക നീതിയെയും ദാമ്പത്യ വിശുദ്ധിയെയും കുറിച്ചുള്ള നിയമങ്ങൾ ഒരു വിശ്വാസി ലോകത്തോട് പുലർത്തേണ്ട വിശ്വസ്തതയെ ഓർമ്മിപ്പിക്കുന്നു. സഹോദരന്റെ വസ്തുവകകളോടും മാന്യതയോടും പുലർത്തേണ്ട ആദരവ് ക്രിസ്തീയ സ്നേഹത്തിന്റെ അടിസ്ഥാനമാണ്. വിവാഹബന്ധത്തിന്റെ പരിശുദ്ധിയും അഗതികളോടുള്ള സഹാനുഭൂതിയും ദൈവകൽപ്പനകളുടെ കാതലായി ഇവിടെ കാണാം. കൂലി കൊടുക്കുന്നതിലും പണയവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിലും കാണിക്കേണ്ട കരുണ ദൈവത്തിന്റെ സ്വന്തം സ്വഭാവമാണ്. ഈ നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ നാം ലൗകിക ലാഭങ്ങളെക്കാൾ ദൈവഹിതത്തിന് മുൻഗണന നൽകണം. പരസ്പര സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് ദൈവത്തിനുള്ള ഏറ്റവും വലിയ ആരാധനയെന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. നിയമാവർത്തനം 25 മുതൽ 27 വരെ ആദ്യ ഫലങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുന്നതിലൂടെ സകല നന്മകളുടെയും ഉറവിടം ദാതാവായ അവിടുത്തെ സ്നേഹമാണെന്ന് നാം ഏറ്റുപറയുന്നു. ദശാംശത്തിലൂടെയും ദാനധർമ്മത്തിലൂടെയും നാം ദൈവത്തിന്റെ ഉടമ്പടിയോട് ചേർന്ന് നിൽക്കുന്നു. ഗരീസീം മലയിലെ അനുഗ്രഹങ്ങളും ഏബാൽ മലയിലെ ശാപങ്ങളും നമ്മുടെ തിരഞ്ഞെടുപ്പുകളുടെ ഗൗരവം ബോധ്യപ്പെടുത്തുന്നു. ദൈവത്തിന്റെ വാക്കിനോടുള്ള അനുസരണമാണ് ഒരു ജനതയുടെ ഐശ്വര്യമെന്ന് മോശ ഓർമ്മിപ്പിക്കുന്നു. വചനം നമ്മുടെ നാവിലും ഹൃദയത്തിലും ഉണ്ടായിരിക്കണം എന്ന ആഹ്വാനം ആത്മീയദാഹത്തിനുള്ള മരുന്നാണ്. ഈ കൽപ്പനകൾ പാലിക്കുന്നതിലൂടെ നാം ദൈവത്തിന്റെ സ്വന്തം ജനമായി മുദ്രകുത്തപ്പെടുന്നു. നിയമാവർത്തനം 28 മുതൽ 30 വരെ അനുസരണത്തിന്റെ അനുഗ്രഹങ്ങളും ലംഘനത്തിന്റെ ദുരന്തങ്ങളും ഈ ഭാഗത്ത് അതീവ ഗൗരവത്തോടെ അവതരിപ്പിക്കുന്നു. ജീവനും മരണവും നന്മയും തിന്മയും നമ്മുടെ മുൻപിൽ വെച്ചുകൊണ്ട് ജീവനെ തിരഞ്ഞെടുക്കാൻ ദൈവം നമ്മെ ക്ഷണിക്കുന്നു. ഹൃദയത്തിന്റെ പരിച്ഛേദനം എന്ന ആശയം ബാഹ്യമായ ചടങ്ങുകളേക്കാൾ ഉള്ളിന്റെ വിശുദ്ധിക്കാണ് പ്രാധാന്യം നൽകുന്നത്. ലോകത്തിന്റെ മോഹങ്ങളിൽ മനം മടുക്കുമ്പോൾ തിരികെ വരാനുള്ള ദൈവത്തിന്റെ കാരുണ്യം ഈ അധ്യായ ഭാഗങ്ങളിൽ പ്രകടമാണ്. അനുതാപത്തോടെ ദൈവത്തിലേക്ക് മടങ്ങുന്ന ഏത് പാപിയെയും സ്വീകരിക്കാൻ അവിടുന്ന് സദാ സന്നദ്ധനുമാണ്. നിയമാവർത്തനം 31 മുതൽ 34 വരെ മോശയുടെ അവസാന പ്രസംഗവും
യോശുവായ്ക്കുള്ള അധികാര കൈമാറ്റവുമാണ് ഈ സമാപ്തി ഭാഗങ്ങളിൽ നാം കാണുക. മോശയുടെ ഗീതം ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ദൈവവിശ്വസ്തതയുടെ സാക്ഷ്യപത്രമാണ്. വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ വിശ്വസ്തതയിൽ മോശ അടിയുറച്ച് വിശ്വസിച്ചു. മോശയുടെ മരണം ഒരു യുഗത്തിന്റെ അവസാനത്തെയും ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുടെ തുടർച്ചയെയും കാണിക്കുന്നു. കർത്താവിന്റെ കരം പിടിച്ചു നടത്തുന്ന നേതാക്കന്മാരിലൂടെ ദൈവം തന്റെ ജനത്തെ വഴി നയിക്കുന്നു. അവിടുത്തെ വചനം എന്നേക്കും നിലനിൽക്കുന്നുവെന്ന് മോശയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ലോകത്തിലെ വസ്തുക്കൾ നൽകുന്ന താൽക്കാലിക തൃപ്തികൾക്കപ്പുറം മനുഷ്യാത്മാവ് അന്വേഷിക്കുന്നത് ദൈവത്തിന്റെ ശാശ്വതമായ സമാധാനമാണ്. നിയമാവർത്തനത്തിലെ നിയമങ്ങൾ കേവലം വിലക്കുകളല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ആത്മീയ ദാഹത്തിന് അറുതി വരുത്തുന്ന ജീവജലത്തിലേക്കുള്ള വഴികളാണ്. ലോകം നൽകുന്ന ആശയക്കുഴപ്പങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിച്ച് വ്യക്തത നൽകാൻ ദൈവവചനത്തിന് മാത്രമേ സാധിക്കൂ എന്ന് തിരിച്ചറിയണം. അഭയ നഗരങ്ങളും ശുദ്ധീകരണ നിയമങ്ങളും പാപക്കറകളിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന അനുരഞ്ജന കുദാശയുടെ മുൻരൂപങ്ങളാണ്. ആദ്യഫലങ്ങൾ സമർപ്പിക്കുന്ന രീതി നമ്മെ വിശുദ്ധ കുർബാനയിലെ പൂർണ്ണമായ ആത്മസമർപ്പണത്തിലേക്ക് നയിക്കുന്നു. ഓരോ കുമ്പസാരവും നമ്മുടെ ഹൃദയത്തെ പരിച്ഛേദനം ചെയ്യുകയും ദൈവവുമായുള്ള ഉടമ്പടി പുതുക്കുകയും ചെയ്യുന്നു. കൂദാശകളിലൂടെ ഒഴുകുന്ന കൃപാവരം മരുഭൂമിയിലെ മന്ന പോലെ നമ്മുടെ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, നിത്യജീവനിലേക്കുള്ള ഒരു നോട്ടം ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം സ്വർഗീയ കാനാനിലേക്കുള്ള ഒരു തീർത്ഥാടനമാണെന്ന് നാം സ്മരിക്കണം. അന്ത്യവിധിയിൽ നാം ദൈവത്തിന്റെ മുഖാമുഖം ദർശിക്കാൻ ഈ വചനധ്യാനം നമ്മെ ആത്മീയമായി ഒരുക്കട്ടെ. ഈ ലോകത്തിലെ പരീക്ഷണങ്ങൾക്കിടയിലും നിത്യജീവനിലെ സന്തോഷം ലക്ഷ്യമാക്കി നമുക്കൊരുമിച്ച് മുന്നേറാം. കർത്താവിന്റെ വചനം അനുസരിക്കുന്നവർക്ക് അവിടുത്തെ മഹത്വത്തിന്റെ പ്രകാശത്തിൽ നിത്യമായി വസിക്കാനാകും. നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നവനായി ബൈബിളിലെ നിയമാവർത്തനം 16 മുതൽ 34 വരെയുള്ള അധ്യായങ്ങൾ ഭക്തിയോടെ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഇറങ്ങി വരികയും നമുക്ക് ജ്ഞാനം നൽകി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങളേവർക്കും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ആമേൻ. നാളെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാം ദൈവ തിരുമനസ്സിന്റെ നാമത്തിൽ. അതുവരെ പ്രാർത്ഥിക്കാം, സ്നേഹിക്കാം, ഈശോയെ പങ്കുവെക്കാം. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശു പരാ.